പോലീസ് സ്റ്റേഷനിലേക്ക്. പോലീസ് സ്റ്റേഷനിലേക്കോ? ആത്മഹത്യാ ശ്രമം ഭരണഘടന പ്രകാരം തെറ്റാണെന്ന് അറിയില്ലടോ. സാറേ, ദയവേത് എന്നെ ഇറക്കിവിട്ടെ സാറേ. എന്താ പേര്? ഗോവിന്ദൻ. ജോഗിങ്ങിന് പോയതാ. ഞാനും ട്രൈ ചെയ്തു. ഫോൺ ഓഫാന്ന് തോന്നുന്നു. ഏട്ടൻ വന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കൂട്ടോ. കടന്നു. എന്താ അത്ര വൈകിയത്? എത്ര പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു. ഞാൻ ഫോൺ ഓഫ് ചെയ്തിരുന്നു. കമൺ. ഇവിടെ ഇരിക്കോ. ഇരുന്നോളൂ. ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. പിന്നെ ഇത് ഗോവിന്ദൻ. ഏട്ടാ, നിങ്ങൾക്ക് ഇയാൾ എവിടുന്നാ കിട്ടിയത്? റെയിൽവേ ട്രാക്കിന്നോ അതോ കടൽക്കരയിന്നോ? റെയിൽവേ ട്രാക്ക്. എന്തിനായിട്ട് ഇങ്ങനെ ഓരോരുത്തരെ കൂട്ടിക്കൊണ്ടുവരുന്നേ? ഓ സോഫി, അങ്ങനെ ചോദിക്കരുത്. ദാറ്റ്സ് മൈ പ്രൊഫഷണൽ എത്തിക്സ്. ഒരു മനോരോഗിയെങ്കിലും മാറ്റിയെടുത്ത് അവനെ നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ അനുവദിക്കുക എന്നത് ഒരു സൈക്കാട്രിസ്റ്റിന്റെ കർത്തവ്യമാണ്. നീ വേഗം ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്ക്. അയാൾക്കും വേണം. ഐ ആം ഇൻ ഹറി. പ്ലീസ് കം ഓൺ. Good morning, Dad. Good morning, my dear child. രാവിലെ തന്നെ തുടങ്ങിയോടാ നിന്റെ ക്രിക്കറ്റ് ഭ്രാന്ത്. അവൻ കളിക്കട്ടെ, കളിച്ച് വളരണം. That's good. You should never stop him playing. Thank you, Dad. Okay? കഴിക്ക്. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, പെങ്ങൾ, പിന്നെ ഭാര്യയും ഒരു മകളും. അപ്പോ വലിയ കുടുംബം അല്ലേ? അതെ. ഹലോ. മാത്യൂസ്. ഓർമ്മയുണ്ട്. ടൈമിന്റെ കാര്യത്തിൽ മാത്യൂസ് വളരെ പങ്ക്ച്വലാണെന്ന് എനിക്കറിയാം. But I am extremely sorry. ഇന്ന് എൻ്റെ എല്ലാ പ്രോഗ്രാംസും ക്യാൻസൽ because I have to attend a special case. Come on. സുബി, ഞാൻ പോയിട്ട് വരാം. ഒരുപാട് മനോരോഗികളെ കണ്ടൊരു സൈക്കാട്രിസ്റ്റാണ് ഞാൻ. എന്തൊക്കെയാണ് ഗോവിന്ദൻ്റെ പ്രശ്നങ്ങൾ? പരിഹരിക്കാൻ പറ്റുന്നതാണോ എന്ന് ഞാൻ നോക്കട്ടെ. പറയൂ, തുറന്നു പറയൂ.
സാമാന്യം ഭേദപ്പെട്ട കുടുംബത്തിലൊരു അംഗമാണ് ഞാൻ. അച്ഛൻ്റെ ദൂർത്തടി കാരണം സ്വത്തുക്കൾ പലതും നഷ്ടമായി. കമ്മൽ പിടിക്കാനോട് പാസരം മേടിച്ചൂടെ? ആഹാ, അത് ശരി. വക്കാലത്ത് പറയുന്ന മൂദേവി നീ മകളെ കൂട്ടുപിടിച്ചേക്കല്ലേ? ആവശ്യത്തിന് വിളിച്ച് കേട്ടിട്ടുണ്ടല്ലോ മനുഷ്യ. ഇനിയും കുടിക്കണോ? ഞാൻ കുടിക്കുപടി, ഇനിയും കുടിക്കും. മറ്റന്നാൻ കുടിക്കും, ഇന്നും കുടിക്കും, നാളെയും കുടിക്കും. എനിക്ക് തോന്നിയ സമയത്തൊക്കെ ഞാൻ കുടിക്കും. ഈ ചോദിക്കാൻ നീ പോലീസാ? അച്ഛ പോലീസിൽ തൊട്ടടിക്കണ്ട കേട്ടോ. അച്ഛപ്പോ പേപ്പറൊന്നും വായിക്കാറില്ലേ? ഇല്ലടാ. ഈയിടെ 4-5 തെങ്ങുകൾ വേരോടെ പെയ്തെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മറുതി ചവശരാക്കി ലോക്കപ്പിലിട്ട് പീഡിപ്പിച്ച് ചവിട്ടി കൂമ്പിടിച്ചവരാ. അതാ പോലീസ്. അപ്പൊ കൂമ്പിടിച്ചോടിക്കാനാ? അമ്മ പോലീസ് മോശല്ലട്ടച്ച. നീ പോടെ ചെറുക്ക. ഒരച്ഛനും അച്ഛന് പറ്റിയ ഒരു മോനും. നീ ഒരൊറ്റ ഒരുത്തിനാ ഈ മനുഷ്യനെ ഇത്രയും വഷളാക്കിയത്. നീ വാടി, അകത്ത് വേറെ പണിയുണ്ട്. അച്ഛൻ ഈ ചവിട്ടുനാടകം രാവിലെ തന്നെ തുടങ്ങിയോ? അച്ഛനിപ്പോ എന്താ വേണ്ടി? എനിക്ക് വേണ്ടതെന്ന് മോൻ അറിയില്ലേ? അച്ഛന് വയറുനേറെ കുടിച്ച് ഉല്ലസിച്ച് തകർത്ത് വീർന്ന് തരിപ്പടമാക്കി തലയെ കുത്തി നടക്കണ. ഒരു കാര്യം ചെയ്യ്, എന്തെങ്കിലും ആയോടി. എടാ പൊന്നു മോനെ, നീയാടാ എന്റെ പൊന്നു മോൻ. കുറച്ചുള്ളൂ രാമേട്ടാ. ഓണം ഇവിടെ അടുത്തെത്തിയില്ല ഗോവിന്ദ. വെളിച്ചെണ്ണക്കൊക്കെ ഇപ്പൊ നല്ല വില കിട്ടും. എന്നാ പിന്നെ 300 തേങ്ങ നാളെ തന്നെ കൊണ്ടുതരാം. കുറച്ചുകൂടി പൊളിക്കാനുണ്ടേ. ബാക്കി പിന്നെ അത് മതി, അത് മതി. ഇതാ പിടിച്ചോ നിന്റെ കാശ്. നല്ല വില ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ. ഇനി തേങ്ങ വേറെ പിടിക്കും. സമയം എത്രയായി മോനെ? 4:15. ഇപ്പൊ എത്തും. 4 മണിക്കൂർ എത്താന്ന് പറഞ്ഞാണ്. കൃത്യനിഷ്ഠയില്ലാത്ത വർഗങ്ങൾ ഇവന്മാരൊക്കെ എന്തിനു കൊള്ളാം? ഭൂമിക്ക് ഭാരം ഉണ്ടാക്കാനായിട്ട്. എത്തിയല്ല, സന്തോഷം. ഒരു 220 ഉറുപ്പ്യ നിന്റെ കൈ കൊണ്ട് ഇങ്ങ് താകോ. 220 ഉറുപ്പ്യോ? ഞാൻ എന്തിനായിരുന്നു? അപ്പുട്ടിയുടെ ആള് മാറിപ്പോയതായിരിക്കും. നിന്റെ അച്ഛൻ തന്നെയല്ലേ ഇരിക്കുന്നത്. കണാരൻ കള്ള് ഷാപ്പിൽ കാട്ടിക്കൂട്ടിയ പരാക്രമത്തിൽ എനിക്ക് വന്ന നഷ്ടമായത് എല്ലാം ഈ ലിസ്റ്റിലുണ്ട്. എറിഞ്ഞടച്ച ക്ലാസ് 3, കാലൊടിച്ച ബെഞ്ച് 1, കുട്ടിയൊടച്ച കുടുക്ക 3, പിന്നെ കുടിച്ച കള്ള് 3. അത് മാത്രല്ല, ഞണ്ട് ഫ്രൈ 1, തലക്കറി 1, കപ്പ 2, മത്തി പൊരിച്ചത് 3 എണ്ണം. ഏതായാലും അപ്പുട്ടിയുടെ നഷ്ടമൊന്നും വരണ്ട. ഇന്റെ മോനെ ബാക്കി. നീ ഇല്ലായിരുന്നെങ്കിൽ ഈ അച്ഛൻ തെണ്ടിപ്പോയത്. ഉപ്പിന് വേണം കറി, അച്ഛനുണ്ടാണ് മക്കള്. ചിലവുകൾ എൻ്റെ പരിധിയിൽ നിൽക്കാതെ വന്നപ്പോൾ എനിക്ക് ചില്ലറ മോഷണങ്ങൾ നടത്തേണ്ടി വന്നു. വിമലെ, നന്ദിനിയുടെ കല്യാണം ഏകദേശം ഉറച്ച മട്ട. ഇന്നലെ ഞാൻ ദല്ലാളിനെ കണ്ടിരുന്നു. നമ്മുടെ ഇന്നത്തെ നിലപാടില് പെട്ടെന്ന് നടത്താൻ പറ്റൂ ചേട്ടാ? അമ്മയും അച്ഛനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ചേട്ടനെ മാത്ര.
വിമല പറഞ്ഞത് നേരല്ലേ മോനെ? അവളെ കെട്ടിച്ചയക്കാൻ ഇവിടെ മറ്റാരാ ഉള്ളത്? 24 മണിക്കൂറും ബോധം കിട്ടി നടക്കുന്ന നിന്റെ അച്ഛനോ? നന്ദിനിയടമ്മേ, നന്ദിനി അമ്മേ, ഞാനൊരു കുറി വിളിച്ചെടുത്തിന്. അതിന്റെ പണം ഇന്ന് കിട്ടി. ഒരു ചെയിനും 3 വളയും ഒരു മോതിരം ഞാൻ വാങ്ങിച്ചു. എന്താ? ഇതെല്ലാം എന്റെ ഒരേ ഒരു പെങ്ങൾക്കുള്ളതാ. അമ്മേ, അമ്മയുടെ കൈകൊണ്ട് ഇത് അവൾക്ക് കൊടുക്കി. മോളെ നന്നായി സൂക്ഷിച്ചു വെച്ചോ. കുറച്ച് പണം കൂടി ഒപ്പിച്ച ഇവിടെ ആരുടെയും കൈ പിടിച്ച് ഏൽപ്പിക്കായിരുന്നു. അത് പറഞ്ഞപ്പോ കണ്ടില്ലേ പെണ്ണിന്റെ ഒരു നാടോ. ജീവിതം വഴിമുട്ടിയും തോന്നിപ്പോ എടുത്ത തീരുമാനം. പക്ഷേ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. ഈ ലോകത്ത് കുറെ ചോദ്യങ്ങൾ ബാക്കി വെച്ചിട്ട് നീ സമർത്ഥമായി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഭാര്യ, മക്കൾ, അമ്മ, പെങ്ങൾ. എന്റെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു ജോലി കൊണ്ട് സഹായിക്കാൻ എന്നെ കൊണ്ട് പറ്റും. തൽക്കാലം ഇതിരിക്കട്ടെ, എല്ലാം നമുക്ക് പരിഹരിക്കാം. നന്നായി ആലോചിച്ച് നാളെ എന്നെ വന്ന് കാണണം. ശരി, പോയിക്കോളൂ. ഓണക്കോടി വാങ്ങാൻ വല്ലതും ഒത്തു കിട്ടിയോ? എന്റെ ഗോവിന്ദ, നിന്നെ എവിടെയൊക്കെ തെരഞ്ഞെന്നറിയോ? നീ എന്താ അണ്ടി കടഞ്ഞ അണ്ണാനെ പോലെ ഇരിക്കുന്നേ? വാസേട്ടൻ പറയാനുള്ളത് പറഞ്ഞോളൂ. ഓണം കഴിഞ്ഞ ഉടനെ കല്യാണം നടത്തും. നിന്നെ കൊണ്ട് പറ്റുമെന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് വാക്ക് കൊടുക്കാൻ. വാസേട്ടൻ തീയതി ഉറപ്പിച്ചോളൂ. Dad? Yes, my dear. Dad? കളിക്കാൻ പോകാൻ പെർമിഷൻ വേണം അല്ലേ? വേണം Dad. ഓക്കെ, യു ഷുഡ് പ്ലേ. കളിച്ച് കളിച്ച് വളരെ വലിയവനാവണം. Sure. യു ഷുഡ് ബിക്കം എ വെരി ഗുഡ് ക്രിക്കറ്റർ. ഓക്കെ? Thank you Dad. റഫി, സിറ്റ് ഓൺ ദ. പക്ഷേ കളിച്ചാൽ മാത്രം പോരാ, പഠിത്തവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു ഷുഡ് ബിക്കം നമ്പർ 1 ഇൻ സ്കൂൾ. ഓക്കെ? മമ്മിയെ കൊണ്ട് ഡാഡിയെ വഴക്ക് പറയിപ്പിക്കലേ മോനെ. ഇല്ല. ഓക്കെ, then carry on, carry on. ഏട്ടാ, ഇനി എന്താ നിന്റെ പ്രശ്നം? ഞാനൊന്ന് മേലെഴുകിട്ട് വരാം. കുക്കറിൽ വന്നാ ഒന്ന് ഓഫ് ചെയ്യോ? ഡെഫിനറ്റ്ലി. ഇവിടെ ഇതൊക്കെ ചെയ്യാൻ ഞാനല്ല മറ്റാരുള്ളത്. എനിക്ക് ഇഷ്ടമാണ്. പിന്നെ നീ അവിടെ നിൽക്കുന്നുണ്ടല്ലേ ഞാൻ ഒന്നും ചെയ്യാതിരിക്കുന്നത്. കമൺ കമൺ കമൺ, കരൺ കരൺ.
തീയതുറപ്പിച്ചോളൂ, തീയതുറപ്പിച്ചോളൂ, തീയതുറപ്പിച്ചോളൂ. കള്ളോ? അയ്യോ, ഒന്ന് ഓടി വരണേ, ഒന്ന് വേഗം വരണേ, കള്ളൻ. ആരെങ്കിലും ഒന്ന് ഓടി വരണേ. ഞാൻ ഇതിനകത്തുണ്ട്, തുറന്നു. ഞാൻ കുടിച്ചോളാം. കുടുംബം തന്നെ കുടിച്ചു കളിച്ചാ വരുന്നുണ്ട്. ചേച്ചി സ്വർണ്ണമുണ്ട്, ഓടിവാ നോക്കട്ടെ. എടുക്കണം, മുഴുവൻ എടുക്കണം. എന്റെ മാല. ചേച്ചി മുഴുവൻ ഉണ്ടോ നോക്കിയേ. ശരി. ഇനി മേലിൽ നീ കക്കടാ. നിക്കടാ നിക്കടാ നിക്കടാ. അയ്യോ അയ്യോ, അത് കുക്കറിന്റെ വിസിലാ. പിടിക്കണം പിടിക്കണം പിടിക്കണം. ഹലോ, ഡാഡല്ലേ? നമ്മുടെ വീട്ടിൽ കള്ളം കയറി ഡാഡ്. എന്നിട്ട് അന്ന് ഡാഡിയുടെ കൂടെ വന്ന ആളില്ലേ, അയാളല്ലേ? ഏട്ടാ, ഏട്ടൻ അന്ന് റെയിൽവേ ട്രാക്കിൽ പിടിച്ചോടുന്ന ആളില്ലേ? അയാൾ ഇന്ന് ഇവിടെ വന്ന് എന്റെ ആഭരണങ്ങൾ മുഴുവൻ മോഷ്ടിച്ചു. ഏട്ടൻ ഇവിടെ ഇരിക്കുന്നത് കണ്ടോണ്ടല്ലേ ഞാൻ വാതിലടക്കാതെ കുളിക്കാൻ കയറിയത്. എന്നെ പറയാണ്ട് പോയത്. അയാളിപ്പോ പോലീസ് സ്റ്റേഷനിലാ. നീ ഒരു മനുഷ്യനാണോ? സ്വന്തം വീടും കൂടിയും നോക്കാതെ പകലന്തിയോളം മോന്തി കൂത്താടി നടന്ന് അവസാനം എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയോ? നിന്റെ ജീവന തുല്യം സ്നേഹിച്ച മകൻ കള്ളനായി മാറി. അഥവാ നീ മാറ്റി. പെങ്ങൾക്ക് വാങ്ങിവെച്ച ആഭരണങ്ങൾ നീ ധൂർത്തടിച്ചതറിഞ്ഞ് ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് ഞാൻ അയച്ചപ്പോ തിരിച്ചു വന്ന് എന്റെ വീട്ടിൽ നിന്ന് തന്നെ ആഭരണങ്ങൾ മോഷ്ടിച്ച് പോലീസ് പിടിയിലായി. അച്ഛനുണ്ടാക്കിയ ബാധ്യതകൾ മുഴുവൻ തീർക്കാൻ നിർബന്ധിതനായ ഒരു മകൻ. ഓണം ലോക്കപ്പിൽ കിടന്ന് ആഘോഷിക്കേണ്ടി വന്നൊരു മകൻ. തൃപ്തിയായല്ലോ? സാറേ,
എന്റെ മോനെ രക്ഷിക്കണം സാർ. ഒരു മനുഷ്യനും കള്ളനായി ജനിക്കുന്നില്ല. സാഹചര്യമാണ് അവനെ കൊണ്ടെല്ലാം ചെയ്യിക്കുന്നത്. സഹായതയിൽ നിന്റെ മകൻ ചെയ്തു പോയ തെറ്റാണ്. അവനെ ഞാൻ കൊണ്ടുവരാം. പക്ഷെ ഇന്ന് നീ ഒരു തീരുമാനത്തിലെത്തണം. അധ്വാനിക്കാതെ ഒരു പിടി ചോറുണ്ണില്ലെന്നുള്ളൊരു തീരുമാനം. ഇനി ഒരിക്കലും മദ്യത്തിലേക്ക് തിരിച്ചു പോകില്ലെന്നുള്ളൊരു ശബ്ദവും. ആ ഒരു ഉറപ്പുണ്ടെങ്കിലേ എനിക്ക് അവനെ ഇറക്കി കൊണ്ടുവരാൻ പറ്റൂ. സാറേ, എന്റെ മകന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ജീവൻ തരാൻ പോലും ഞാൻ തയ്യാറാണ്. കൂടുതൽ സംസാരിക്കണ്ട, ഇനി പ്രവർത്തിക്കാനുള്ള സമയമാണ്. ഇതാ, ഓണത്തിന് വേണ്ടതെല്ലാം ചെയ്യണം. ഞാൻ അവനെ ഇറക്കി കൊണ്ടുവരും. എനിക്കറിയാം, ഇപ്പൊ നിന്റെ കയ്യിലുള്ള ഈ പണം നിന്നെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കും. നശിക്കണമെങ്കിൽ അങ്ങനെ, അല്ല നന്നാവണമെങ്കിൽ നീ തന്നെ തീരുമാനിച്ചോളൂ. മോളെ, ഇതാര് വാങ്ങിച്ചെന്ന അച്ഛൻ സൈക്കിളാ? വാങ്ങിക്കൊടുത്തതാ. അച്ഛൻ വാങ്ങിക്കൊടുത്താ? അച്ഛൻ വാങ്ങി തന്ന സൈക്കിളാ? മോനെ, പഴയ കണാരായിട്ട് ജീവിക്കുന്നതിൽ ഒരു അർത്ഥമില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ കണ്ണു തുറപ്പിച്ച് ഈ നിൽക്കുന്ന ഡോക്ടറാ. അമ്മേ, ഇതാണ് ഡോക്ടർ അസ്ലം ഖാൻ. ഇദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ എനിക്കൊരു ജോലി ശരിയായി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം തുണച്ചു. ഓണത്തിന് അടിച്ചു പൊളിക്കാൻ വേണ്ടി ഞാൻ ഓർഡർ കൊടുത്ത സ്വയംഭൻ സാധനമാ. പക്ഷേ എനിക്ക് ബുദ്ധിമോശം കൊണ്ട് പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട്. അത് ഇനി ആരും ഈ വീട്ടിൽ ആവർത്തിക്കരുത്. നിങ്ങളും